ഹലോ മൈ ഫ്രണ്ട്സ്, ലിസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ പോസ്റ്റ് എന്താണെന്നോ, ആലം പൗഡറിനെ കുറിച്ചാണ്. ഇത് പണ്ടുകാലം മുതലേ നമ്മൾ ആൻറ്റിസെപ്റ്റിക്കായിട്ട് ബാർബർ ഷോപ്പുകളിലൊക്കെ ഉപയോഗിച്ചിരുന്ന ഒന്നാണ്. ഇപ്പോൾ പുതിയ കാലം വന്നു കഴിഞ്ഞപ്പോൾ ഈ ആഫ്റ്റർ ഷേവിങ് ലോഷനോട് അതിൻ്റെയൊക്കെ വരവോടുകൂടി ഇതൊക്കെ അപ്രത്യക്ഷമായെന്ന് പറയാം. എങ്കിലും ഇത് ഉപയോഗിക്കുന്ന പലരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ നമ്മുടെ പഴയ സാധനങ്ങളിലെ ഗുണങ്ങളൊക്കെ നമ്മൾ മറന്നുപോയി, പുതിയ പുതിയ കോസ്മെറ്റിക്സ് ഐറ്റംസ് വന്നു തുടങ്ങിയതോടുകൂടി. പക്ഷേ ഈ ആലം പൗഡർ നമ്മൾ മറക്കാൻ പാടില്ല കേട്ടോ. ഒത്തിരി നല്ലതാണ്. കാരണം ഇത് നല്ല ആൻറ്റിസെപ്റ്റിക്കാണ്, അതിലുപരി ആസ്ട്രിജൻ്റാണ്, ആൻറ്റി ഫംഗലാണ്, ആൻറ്റി ബാക്ടീരിയലാണ്. അപ്പോൾ ഇതെല്ലാം കൊണ്ടും നമ്മുടെ ഒത്തിരി പ്രശ്നങ്ങൾക്ക് ഇതൊരു പരിഹാരമാണ്. അതാണ് ഈ ആലം പൗഡറിൻ്റെ ഏറ്റവും വലിയ ഗുണം കേട്ടോ. പിന്നെ ഇതിനി കണ്ടിട്ടില്ലാത്തവർക്ക് ഞാൻ പറഞ്ഞു തരാണ്. ആലം പൗഡർ എന്ന് പറയുമ്പോൾ ഇത് ഒരു നാച്ചുറൽ സാൾട്ടാണ്, നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഒന്നാണ്. ഇത് പൊട്ടാസ്യം സൾഫേറ്റും അലൂമിനിയം സൾഫേറ്റും ചേർന്നതാണ്. ഇത് രണ്ടും കൂടെ ആയതാണ്. പലതരത്തിലുള്ള ആലും നമുക്ക് വാങ്ങാൻ കിട്ടുവേ. പക്ഷേ ഈ പൊട്ടാസ്യം ആലമാണ് നമ്മൾ നമ്മുടെ സൗന്ദര്യ ചികിത്സകൾക്ക് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇട്ടേക്കാം. ഓൺലൈനിൽ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് അത് വാങ്ങാം കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ ഗുണങ്ങളൊന്ന് പറഞ്ഞോട്ടെ. ഇതിൻ്റെ ഗുണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആൻറ്റിസെപ്റ്റിക്കാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ ഗുണങ്ങളും മനസ്സിലായി. പിന്നെ അസ്ട്രിജൻ്റാണ്. അസ്ട്രിജൻ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സുഷിരങ്ങളൊക്കെ പിന്നെ ഷ്രിങ്കാവുന്നതിന്, ചുരുങ്ങുന്നതിന് ഏറ്റവും നല്ലതാണ്. അപ്പോൾ സുഷിരങ്ങളൊക്കെ ഇങ്ങനെ ചുരുങ്ങി കഴിയുമ്പോൾ സ്കിൻ നല്ല ടൈറ്റായ പോലെ തോന്നും അല്ലേ. അപ്പോൾ ഒന്നാമതായിട്ട് സ്കിൻ ടൈറ്റൻ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ സ്കിൻ ടൈറ്റൻ ചെയ്യാനായിട്ട് നമുക്ക് ഈ ആലം പൗഡർ, പിന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണേ, വളരെ കുറച്ച് ഇത് ഉപയോഗിച്ചാൽ മതി. നമ്മളിതിപ്പോൾ 1/2 സ്പൂൺ എടുക്കണമെങ്കിൽ നമ്മൾ മിക്സ് ചെയ്യണതൊക്കെ 1.5 സ്പൂൺ വരെയൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കുറച്ച് മതി ആലം പൗഡർ. ഇത് സ്റ്റോണായിട്ടും കിട്ടും ആമസോണിൽ അങ്ങനെ ഓൺലൈനിലൊക്കെ പൗഡറായിട്ടും കിട്ടുമേ. സ്റ്റോണായിട്ട് നമുക്ക് കുറേ കൂടെ, ഞാൻ സ്റ്റോണായിട്ടാണ് വാങ്ങുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൗഡർ കിട്ടുമ്പോൾ നമുക്ക് പേടിയാണല്ലോ, എന്തെങ്കിലും അതിനകത്തൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളൊരു പേടിയാണ്. പക്ഷേ നല്ലത് കിട്ടുന്നുണ്ട്, നല്ല ഐറ്റമൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എടുക്കണത് എങ്ങനെയാണെന്നോ, ഒരു 1/2 സ്പൂൺ പൗഡർ എടുത്താൽ മതി. ഇപ്പം നിങ്ങളുടെ ഒരു കണക്കനുസരിച്ച് ഇനി 1 സ്പൂൺ വേണമെങ്കിൽ 1 സ്പൂൺ പൗഡർ എടുക്കാം. സ്റ്റോൺ ആണെങ്കിൽ നന്നായിട്ട് അത് ക്രിസ്റ്റൽ പോലെയാണ് ഇരിക്കുന്നത്, തൊട്ടാൽ അത് പൊട്ടിപ്പോവേ. അപ്പോൾ അത് നമുക്ക് ഇടിച്ചു പൊടിച്ച് മിക്സിയിലിട്ട് അങ്ങനെ എടുത്തു വെക്കാവേ. ഇത് നമ്മൾ ചെയ്യാനുള്ളത് റോസ് വാട്ടറിൽ മിക്സ് ചെയ്യണം. പിന്നെ ഒരു 40 വയസ്സ് കഴിഞ്ഞവർക്ക് ഇതിനകത്തേക്ക് എഗ് വൈറ്റും കൂടെ മിക്സ് ചെയ്യാം. 2-3 സ്പൂൺ എഗ് വൈറ്റും കൂടെ മിക്സ് ചെയ്യാം. 40 വയസ്സിന് താഴെയുള്ളവർ റോസ് വാട്ടറും ഈ ആലം പൗഡറും മാത്രം ഇട്ടാലും മതി കേട്ടോ. നല്ല അതിൻ്റെ റിസൾട്ട് നന്നായിട്ട് കിട്ടുക. കാരണം പോഴ്സൊക്കെ ചുരുങ്ങി നമ്മുടെ സ്കിൻ ടൈറ്റാവും. ഓക്കെ, പിന്നെ അടുത്തതായിട്ട് മുഖക്കുരു ഉള്ളവർക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ആൻറ്റിസെപ്റ്റിക്കാണ്, ആൻറ്റി ബാക്ടീരിയലാണ്, ആൻറ്റി ഫംഗലാണ്. അപ്പോൾ ഈ മുഖക്കുരു ഉള്ളവർക്കും ഇത് ഇങ്ങനെ തന്നെ ഒരു 1/2 സ്പൂൺ എടുത്ത് റോസ് വാട്ടറിൽ മിക്സ് ചെയ്ത് ഈ മുഖക്കുരു ഉള്ളിടത്ത് മാത്രം നമുക്കിത് വെച്ച് കൊടുക്കാം. പിന്നെ മുൾട്ടാനി മിട്ടി പൗഡർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടെ മിക്സ് ചെയ്യാം. ഓക്കെ, 1 സ്പൂൺ മുൾട്ടാനി മിട്ടി പൗഡറും 1/4 സ്പൂൺ ആലം പൗഡറും ഈ റോസ് വാട്ടറിൽ മിക്സ് ചെയ്ത് നമുക്ക് മുഖക്കുരു ഉള്ളിടത്ത് മാത്രം നമുക്കിടാം. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ അത് വാഷ് ചെയ്ത് കളയാം. അതാണ് മുഖക്കുരു ഉള്ളവർക്ക് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. പിന്നെ ഫേഷ്യൽ കെയറാണ്. ഇങ്ങനെ താടിയും രോമങ്ങളൊക്കെ വളരുന്ന സ്ത്രീകളെ സംബന്ധിച്ച് റോസ് വാട്ടറും ഈ ആലം പൗഡറും കൂടെ മുഖത്ത് അപ്ലൈ ചെയ്യാം. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് വാഷ് ചെയ്യാം. ഇതെല്ലാം ആഴ്ചയിൽ 2 ദിവസമൊക്കെ ചെയ്താൽ മതി. കൂടുതൽ ദിവസമൊന്നും ചെയ്യണ്ട. അത് പ്രത്യേകം ഓർക്കുക, സ്കിൻ അങ്ങ് ഡ്രൈ ആവും നമ്മൾ റെഗുലറായിട്ട് ചെയ്താൽ. പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് മോയ്സ്ചറൈസർ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിലുള്ളത് ഉപയോഗിക്കാൻ മറക്കരുത്. അടുത്തതായിട്ട് ഈ ഡിയോഡ്രൻ്റൊക്കെ ഉപയോഗിച്ച് അണ്ടർആംസൊക്കെ കറുത്തിരിക്കുന്നവർക്ക് ഒന്ന് ആലം പൗഡർ നമുക്ക് പരീക്ഷിച്ച് നോക്കാം. ഓക്കെ, ആലം പൗഡർ അതിൻ്റെ സ്റ്റോൺ മതി. സ്റ്റോൺ എടുത്ത് നമുക്ക് വെറുതെ ഒന്ന് നമ്മൾ കുളിയൊക്കെ കഴിയുമ്പോൾ ആ നനയോടുകൂടി ഒന്ന് ഉരച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് റോസ് വാട്ടറിൽ മിക്സ് ചെയ്ത്
1 സ്പൂൺ എടുത്ത് റോസ് വാട്ടറിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ അണ്ടർ ആംസിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കത് വാഷ് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ അണ്ടർ ആംസിന് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഷേവിങ്, ത്രെഡിങ് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഷേവിങ് ലോഷന് പകരം മുഖത്തെ നനവോടുകൂടി നമുക്ക് ആലത്തിൻ്റെ ചെറിയ സ്റ്റോണൊന്ന് നമുക്ക് ഉരച്ചു കൊടുക്കാം. മുഖത്ത് ത്രെഡ് ചെയ്തിട്ട് പിരിയത്തിൻ്റെ താഴെയൊക്കെ ഉരച്ചു കൊടുത്താൽ അതിൻ്റെ പിന്നെ ത്രെഡ് ഉള്ളവർക്ക് ചിലവർക്ക് ഇൻഫെക്ഷൻ ഉണ്ട്, ചിലവരെ സംബന്ധിച്ച് ഷേവിൻ്റെ ക്രീമും അതുപോലെ അത് ഉപയോഗിക്കുന്ന റേസറൊക്കെ ഇൻഫെക്ഷൻ ഉള്ളവർക്ക് ആ ആൻറ്റിസെപ്റ്റിക്കും ആ ഫംഗലൊക്കെ ആയതുകൊണ്ട് അതിനൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ ഇത് സാധിക്കും. മാത്രമല്ല ഈ രോമ വളർച്ചയെ കുറയ്ക്കും എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ പിന്നെ ഷേവിങ്ങും ത്രെഡിങ്ങും ഒക്കെ കഴിഞ്ഞ് ഈ ആലം പൗഡർ ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ഗുണം ഉണ്ട് കേട്ടോ. പിന്നെ ഈ കാലിൻ്റെ പിന്നെ അടിയൊക്കെ ഇങ്ങനെ വിണ്ട് കീറുന്ന ഉണ്ടല്ലോ, അത് ഞാൻ ഒത്തിരി ടിപ്പ് അതിന് പറഞ്ഞിട്ടുണ്ട്. ഇതും നമുക്ക് അതിന് ഉപയോഗിക്കാം. വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്ത് ആലം പൗഡർ വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്ത് ഈ വിണ്ട് കീറിയ ഭാഗങ്ങളിൽ നന്നായിട്ട് ഉരച്ച് കഴുകിയിട്ട് നമുക്കിത് അപ്ലൈ ചെയ്തിട്ട് 15 മിനിറ്റ് കഴിയുമ്പോൾ കഴുകിക്കളയാം. അതും അങ്ങനെ നമുക്കിത് ഉപയോഗിക്കാം. പിന്നെ താരനുള്ളവർക്ക് നമ്മൾ ഷാമ്പു ചെയ്യുമല്ലോ, ഷാമ്പു ചെയ്യുമ്പോൾ അതിലേക്ക് ഒരു നുള്ള് ആലം പൗഡർ ഇട്ടിട്ട് നമുക്ക് ഷാമ്പു ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണെന്നാണ് പറയണത്. ഈ താരം പോകുന്നതിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ടീരിയ ഫംഗലൊക്കെ മൂലം ഉണ്ടാവുന്ന താരനെ നശിപ്പിക്കുന്നതിന് തീർച്ചയായിട്ടും ഈ ആലം പൗഡർ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഉണ്ട് കേട്ടോ, പിന്നെ നമ്മുടെ പേൻ ശല്യം, അതുപോലെ തന്നെ പിന്നെ ചിലവർക്കുണ്ടല്ലോ മുടി ഇങ്ങനെ വിയർത്ത് കഴിഞ്ഞാൽ ഹെയറൊക്കെ വല്ലാണ്ട് സ്മെല്ല് എല്ലാവർക്കും, അങ്ങനെ പലർക്കും ഉണ്ട്. അപ്പം അങ്ങനെയുള്ള വിയർപ്പ് സ്മെല്ല് ഇതും നമുക്ക് മാറ്റാൻ വേണ്ടി ചെയ്യേണ്ടത് എന്താണെന്നോ, നമ്മൾ തലേന്ന് ഒരു ബക്കറ്റ് വെള്ളം പിടിച്ചു വെക്കണേ, എന്നിട്ട് അതിലേക്ക് 1 സ്പൂൺ ആലം പൗഡർ ഇടുക, അത് അവിടെ വെച്ചിരിക്കുക. പിറ്റേന്ന് നമുക്ക് ഇത് വെച്ച് ഹെയർ വാഷ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ വാഷ് ചെയ്ത് കഴിയുമ്പോൾ ആ വിയർപ്പ് മണം പോകുന്നതിനും പേൻ ശല്യമൊക്കെ കുറയുന്നതിനും എല്ലാത്തിനും നമുക്ക് ഈ ഹെയർ വാഷിനായിട്ടും ഇത് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ഡിയോഡറൻ്റായിട്ട് ഉപയോഗിക്കാം. ഈ നമ്മൾ സ്ഥിരമായിട്ട് ഡിയോഡറൻ്റൊക്കെ അടിച്ചിങ്ങനെ ആൻഡ്രാംസ് കറുത്തിരിക്കുന്നവർക്ക്, വല്ലാണ്ട് ബാഡ് സ്മെല്ലൊക്കെ ഉള്ളവർക്ക് ഇത് ഉപയോഗിക്കാം കേട്ടോ. കുളി കഴിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുളി കഴിയുമ്പോൾ ആ നനവോടുകൂടി നമുക്കിതൊന്ന് ഉരച്ചു കൊടുക്കാം. അല്ലെങ്കിൽ പൊടിയാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ റോസ് വാട്ടറിൽ മിക്സ് ചെയ്ത് ഈ ഭാഗങ്ങളിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്മെല്ല്, നമ്മുടെ വിയർപ്പിൻ്റെ സ്മെല്ല് മാറിക്കിട്ടുന്നതിന് വളരെ നല്ലതാണ്. ഇപ്പം എത്ര ഗുണങ്ങളാണ് ഞാൻ പറഞ്ഞല്ലേ. ഇനിയുണ്ട്. മൗത്ത് വാഷായിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഈ ആലം പൗഡർ ഉപ്പുവെള്ളത്തിൽ, ചെറിയ ചൂടുള്ള ഉപ്പുവെള്ളത്തിൽ ഒരു നുള്ളിട്ടിട്ട് നമുക്ക് ഗാർഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ പല്ലിൻ്റെയും മോണയുടെയും ഒക്കെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ വായ്നാറ്റമൊക്കെ അകറ്റുന്നത് നല്ലതാണ്. പിന്നെ വെള്ളം ശുദ്ധീകരിക്കുന്നതിനും നമ്മൾ കഴിക്കുന്ന പല ഫുഡുകളിലൊക്കെ ഇത് ഇടുന്നുണ്ടേ. അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ സൗന്ദര്യ സംരക്ഷണം മാത്രം പറയുന്നുള്ളൂ. അപ്പോൾ എൻ്റെ ഈ പോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പുതിയ അറിവായിരിക്കും അല്ലേ. ആലം പൗഡർ കാണാത്ത ആൾക്കാരടക്കമുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണേ. അപ്പോൾ എന്നെ വാച്ച് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം. അപ്പോൾ ഓക്കെ എന്നാൽ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.